പെൻഷൻ കിട്ടിയ പൈസ UDF വന്നാലും കിട്ടൂല. നിങ്ങൾ തന്നെ വരണം. എന്ത് പറ്റി അപ്പൂപ്പ? ഏറി നിറങ്ങില്ലേ ഇതുവരെ? ഇനിയാണ് ഇതിലെ മാരക ട്വിസ്റ്റ്. നിങ്ങൾ മനസ്സാറിന് കൊടുത്തതല്ലേ? വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാൾ എരിയത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നാ തിരിച്ചു തരൂന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. ഞാൻ മനസ്സാറിന് കൊടുത്തല്ല. ഇയാൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ബസ് സ്റ്റോപ്പിൽ നിന്നാ മതി ഞാൻ പറഞ്ഞല്ലേ. പണം കൈമാറിയത് നേതാക്കൾ പറഞ്ഞിട്ടത് ബാലുശ്ശേരി സ്വദേശി മൊയ്തി. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയത്. പെൻഷൻ നാടകം അഭിനയിച്ച നടൻ തന്നെ അത് പൊളിച്ചു കളഞ്ഞു. MV ഗോവിന്ദന് പണം നൽകിയാൽ തിരിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. പണം നൽകുന്ന ദൃശ്യങ്ങളൊക്കെ വൈറലായിരുന്നു. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. സകല കമ്മി നാടകങ്ങളും പൊളിഞ്ഞു തുടങ്ങുകയാണല്ലോ സഖാക്കളെ. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് അപ്പം കൊണ്ടുവന്ന് വിറ്റ് തിരികെ രാവിലെ എത്തി ഉച്ചയ്ക്ക് തിരിച്ചെത്തുന്ന കഥ പോലെയായി. അതിലൊന്നും ഞാൻ പോയി ഉൾക്കൊണ്ടില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം പ്രാവശ്യം അധികാരത്തിൽ വരും എന്നുള്ളത് എഴുതി വെച്ചോ. ഇത്രയും വലിയ ഗതികെട്ടവർ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവുക എന്തോ. കർഷക തൊഴിലാളി എനിക്ക് കിട്ടിയ 2000 രൂപ എന്റെ കയ്യിൽ കൊണ്ടു തന്നു. എനിക്ക് പെൻഷൻ കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു പാവം കർഷക തൊഴിലാളി. നിങ്ങൾ തന്നെ ഇനിയും വരണം. UDF വന്നാൽ ഈ പെൻഷൻ ഒന്നും ഞങ്ങൾക്ക് കിട്ടില്ല. കറക്റ്റായിട്ട് പാവം തലേ ദിവസം എഴുതി കാണാപാഠം പഠിച്ചു എന്ന് പറഞ്ഞു. UDF വന്നാലും കിട്ടൂല. നിങ്ങൾ തന്നെ വരണം. ആ ഡയലോഗ് ഡെലിവറി അങ്ങോട്ട് കഴിഞ്ഞപ്പോ മാസ്റ്ററിന്റെ മുഖത്തെ ആ ഒരു സംതൃപ്തി, ഭാഗ്യം, ഒരു അക്ഷരം തെറ്റിക്കാതെ കൃത്യമായിട്ട് പറഞ്ഞ്. പൊക്കി പറയാൻ പറഞ്ഞാൽ പൊക്കി പറഞ്ഞോളണം, മനസ്സിലായോ? അതിനുള്ള ക്യാഷ് ഞാൻ വേറെ പേ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? ഭാഗ്യത്തിന് തിരിച്ചു തന്നു. നോട്ട് കൈ വന്ന അഭിനയാന്നൊക്കെ മറന്നുപോയത് സ്വന്തം പോക്കറ്റിലോട്ട് ഇടുന്ന ആ ശീലം. ആ പാവം കർഷകരോട് ഞാൻ ബഹുമാനത്തോടു കൂടി ആ 2000 രൂപ വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ആ 2000 രൂപ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇട്ടു. നിങ്ങൾ തന്നെ ഉപയോഗിച്ചോ. ക്യാമറയിലൊക്കെ കറക്റ്റായിട്ട് ആ ക്ലിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, പോക്കറ്റിലേക്ക് പൈസ ഇടുന്നതും. കൈരളിയും ദേശാഭിമാനിയും ആ കാഴ്ചാ വസന്തം ആഘോഷിക്കുകയായി. പാവപ്പെട്ടവനൊപ്പം തുടരും, പാവപ്പെട്ടവന്റെ പോക്കറ്റടി തുടരും. UDF വന്നാലും കിട്ടൂല. നിങ്ങൾ തന്നെ വരണം. സീൻ ഓക്കെ, പക്ഷെ തിരക്കഥ പാളിപ്പോയി. പാവം സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ് എങ്ങാണ്ട് സ്റ്റാർട്ട് ആക്ഷൻ ഒക്കെ പറഞ്ഞ് അവിടെ കയറ്റി നിർത്തിയതാ കേട്ടോ. പുള്ളിക്കാരൻ വിചാരിച്ചു ഇതിനോടകം പുള്ളിക്കാരൻ സിനിമാ നടനായി ആളുകളൊക്കെ ഓട്ടോഗ്രാഫിനും ഫോട്ടോ എടുക്കാനും ഒക്കെ പുറകെ കൂടുമെന്ന്. ഇപ്പതേ നിലത്തോട്ട് ഇറങ്ങാൻ സമയമില്ല ഇനി. അറിയില്ലായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് കണ്ടിയാ അവിടെ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് കണ്ടതേ. ആദ്യമായിട്ട് വരികയാണ്. മാലിയിടുന്ന കൂട്ടത്തിൽ എല്ലാവരും വരുന്ന കൂട്ടത്തിൽ മൂപ്പറും പന്നിയാണ്. നല്ല പ്രായമുള്ള ഒരാളാണ്. മതി മതി, നോണ പറഞ്ഞ് കഷ്ടപ്പെടണ്ട. പേരേതായാലും അറിഞ്ഞു തന്നെ ഇട്ടതാ. എല്ലാം ഗോവിന്ദ, എവിടെ കൈവച്ചാലും ഗോവിന്ദ. ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇപ്പൊ ഇങ്ങോട്ട് ഞങ്ങളോട് കിറ്റ് തരും. അത് അങ്ങനെ ചെയ്തതാ. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. പറ്റിയത് പറ്റി, ഇനിയിപ്പോ എന്ത്? അത് തങ്ങളുടെ അടപ്പൂരുമെന്നറിഞ്ഞ CPM ആ വൃദ്ധനെ പിടികൂടി മൊഴി മാറ്റിച്ചു. എന്റെ സമ്മതപ്രകാരം ഈ പാർട്ടിനോട് വലിയ കൂറുണ്ടായിട്ട് എല്ലാം ഞാൻ ചെയ്തതാണ്. അങ്ങനെ കൊടുത്തതാണ് പൈസ. എനിക്കിങ്ങോട്ട് തിരിച്ചു തരികയും ചെയ്തു. ഇത്ര മാത്രമേ ഉള്ളൂ. ആരോ പറഞ്ഞിട്ട് കൊടുത്താണോ? ഇല്ല, ഞാൻ ആരും പറഞ്ഞിട്ട് കൊടുത്തല്ല, എന്റെ മനസ്സറിഞ്ഞ് കൊടുത്തതാ. എന്തോന്നാടോ ആ ചോദ്യത്തിന്റെ കനം കേൾക്കുമ്പോഴറിയാം അതൊരു ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്ന്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ഞാൻ പറഞ്ഞത് തന്നെ. ഞാന് CPM-നോട് കൂറ് കാണിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തൊരവസ്ഥ!
എത്ര നിഷ്കളങ്കമായിട്ട് ആ സാധു പറയുന്നത്. നമ്മുടെ തനത് നാടകവേദിക്കും ഒരു സംഭാവനയാണല്ലോ ഈ ഗോവിന്ദൻ. എന്തായാലും സംഗതി കൊള്ളാം. നിങ്ങൾ ആദ്യം പട്ടിയാക്കി മാറ്റുന്ന കൂട്ടർ തന്നെയാ. ഇപ്പൊ എനിക്ക് ഒരു സിനിമ ഡയലോഗ് ഓർമ്മ വന്നേ, മൊയ്തീനെ ആ ചെറിയ സ്പാനർ എടുക്കൂ എന്ന് പറഞ്ഞ പരിപാടി. എത്ര പ്രാവശ്യമാണ് ആ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് മാറ്റി മാറ്റി പറയിപ്പിക്കുന്നത്. ഒരു മടുപ്പൊക്കെ ഇല്ല മാഷെ ഇതൊക്കെ ചെയ്യുന്നതിന്? ഒരു മര്യാദയൊക്കെ വേണ്ടേ? തൊടുന്നതെല്ലാം 3G ആവുകയാണല്ലോ മ്യാഷ്ട്രേ. 2 പ്രതികരണമുണ്ട്, 2 നോക്കിയാൽ മതി. 2 പ്രതികരണം വന്നിട്ടുണ്ട്. ഒരു പ്രതികരണം മാത്രമല്ല, 2 പ്രതികരണമുണ്ട്. അത് 2 കൂടി വായിച്ചു നോക്കും. അവസാനം വന്നതും കൂടി വായിച്ചു നോക്കുന്നു. അതാ ഞാൻ പറഞ്ഞു. എന്ത് പ്രഹസനമാണ് സജി. അതൊരു ഡ്രാമയാണെന്ന് എല്ലാവർക്കും ഗോവിന്ദ ഭാഷ പോകുന്ന എല്ലായിടത്തും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറ്റും. ഒരിടത്ത് ബംഗാളികൾ വന്ന് ജയ് വിളിക്കുന്നു, ഇവിടെ ഇതിങ്ങനെയായി പോകുന്നത്. എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്ത? ഒരിടത്ത് തൊടുന്നതും ക്ലച്ച് പിടിക്കുന്നില്ല. വേറൊരിടത്ത് എന്താ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാരൻ, അടുത്ത എല്ലാ ദൈവങ്ങളുടെ പേരിട്ട് ഇറങ്ങിയേക്കുക. ഗോവിന്ദൻ, ഗണേഷ് കുമാരൻ. ദാ ഒരു പാവപ്പെട്ട അമ്മ എത്ര മാസത്തിന് മുമ്പ് പറഞ്ഞതാണോ എന്തോ, MLA കണ്ടപ്പോ സ്വന്തം മണ്ഡലത്തിലാണേ, എനിക്ക് നടക്കാൻ പാടുണ്ട്, ഒരു വീൽ ചെയർ വേണമെന്ന് പറഞ്ഞതിന് നടക്കാൻ ഒരു സപ്പോർട്ടിന് ഒരു വോക്കർ അത് വാങ്ങിച്ചു കൊടുത്തിട്ട് വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? അമ്മ പറഞ്ഞത് ഞാൻ ശിരസാ വഹിച്ചു. അമ്മയുടെ ആഗ്രഹം അപ്പൊ തന്നെ നിറവേറ്റി കൊടുത്തു. ഈ ഒരു വീൽ ചെയറിന് പകരം ഒരു ഫ്ലാറ്റ് വല്ലതും ആണ് അമ്മ ചോദിച്ചിരുന്നെങ്കിൽ. ഇപ്പം മനസ്സിലായില്ലേ? മനസ്സിലായി. എന്തെല്ലാം മനസ്സിലാക്കാൻ കിടക്കണം. ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ എടുത്ത് പന്താടുകയാണ്, സുഖിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു 10,000, 5,000, 6,000 രൂപ മുടക്കി ഒരു സാധനം വാങ്ങിച്ച അതിന് കൊടുക്കുന്ന ഒരു ഹൈപ്പ്. എന്നിട്ട് പറയാണ് നമ്പർ 1 ആണ്, നമ്പർ 1 ആണെന്ന്. നമ്പർ 1 ആണെന്ന് നാട്ടുകാർക്ക് തോന്നണ്ടേ? നിങ്ങൾ സ്വയം ഞാനാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്, തനിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. പഞ്ചാര വർത്തമാനം കൊണ്ടും പുന്നാര വാക്കുകൾ കൊണ്ടും പൈങ്കിളി പ്രവൃത്തി കൊണ്ടും വീണ്ടും ഭരണത്തിൽ കരയേറാനുള്ള എന്തെല്ലാം അടവുകളാണെന്നോ. ഇതിനൊക്കെ റിയാസ് മന്ത്രി തന്നെ കേട്ടോ ബെസ്റ്റ്. ഈ ഒരു മേഖലയിൽ റിയാസെണ്ണം മിന്നി തിളങ്ങുക കിടന്നുണ്ട്. എന്നെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ആളുകളുടെ ഇടയിലൊക്കെ കിടന്ന് വരകയല്ലേ. കൊച്ചു പിള്ളേരെങ്കിൽ പിള്ളേരുടെ സെൽഫി, പാട്ട്, കൂത്ത്, കയ്യടി. ബിന്ദു ചേച്ചിയൊക്കെ അതിന് മിടുക്കിയാണ് കേട്ടോ. കൊടന്ന് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ആടിപ്പാടുക എല്ലാം ചെയ്തോളൂ. നിങ്ങളൊക്കെ ആ ഒരു ഇതിലേക്ക് വരണം. കുറച്ചുകൂടെ ഒക്കെ കഴിവ് പുറത്തെടുക്കണം. ചുരുക്കത്തിൽ രാഷ്ട്രീയത്തിന്റെ നാടകവൽക്കരണത്തിനാണ് നാട് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സാക്ഷ്യം വഹിക്കുന്നത്. മൊയ്തീനെ ഇനിയെങ്കിലും ആ വഴിക്ക് വിട്ടേക്കാം. കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇമാതിരി ഊളത്തരമൊക്കെ ഏതവന്റെ തലയിലാണോ ഉദിക്കുന്നത്? പിണറായി ഭരണത്തിന്റെ അന്ത്യമാം രംഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇപ്പോ AKG സെന്ററിലെ കനകോലുവാണോ അതോ ബാലുശ്ശേരിയിലെ കനകോലുവാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും വലിയ മാനക്കേടായി. ഗോവിന്ദന്റെ ബംഗാളി നാടകവും പെൻഷൻ നാടകവും പൊളിഞ്ഞു. എന്നിട്ടും താത്വികമായ അവലോകനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഞങ്ങൾക്ക് നമ്മളെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത് PR-ന്റെ രീതിയിലല്ലോ. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒരു ഒഴിക്കും. എന്തൊക്കെ തള്ളലായിരുന്നു, എന്തൊക്കെ തള്ളല്. അതിനെയാണ് PR എന്ന് പറയാ. മനസ്സിലായ? തന്റെ തലയിൽ വല്ലതും ഉണ്ട്. ഗോവിന്ദൻ വായ തുറക്കാതിരിക്കാൻ വല്ല പശയും പ്രയോഗിച്ചാൽ കുറച്ച് സീറ്റുകൾ ഉറപ്പിക്കാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകൾ, അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം ജനങ്ങൾ സർക്കാരിനെ വിലയിരുത്തി വോട്ട് ചെയ്ത് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത് ഈ സർക്കാരിന് ഊഴം കിട്ടുമെന്ന് പറയുന്നയാളെ രാഷ്ട്രീയ അലവലാതി എന്നല്ലാതെ എന്താ പറയാ? മുഴുവൻ ഇപ്പൊ പറയണില്ലേ, ബാക്കി നിനക്കറിയാലോ. ആ വാക്ക് ഒരു മോശപ്പെട്ട രീതിയാണെങ്കിൽ പിണറായി വിജയൻ വിളിച്ച പോലെ പറയാം. പരനാറിയെന്നോ പരമനാറിയെന്നോ MM മണി പറഞ്ഞ പോലെ മറ്റേ പണിയെന്നോ അങ്ങനെയൊക്കെ പറയണോ? ഇങ്ങനത്തെ തട്ടിക്കൂട്ടുടായ്പകളിലൂടെ ഒന്നും വോട്ട് പിടിക്കാൻ പറ്റത്തില്ല. കുറച്ചും കൂടെ അടുത്ത ലെവലിലേക്ക് പോയി പ്രത്യേക പരിശീലനമൊക്കെ നേടിയെടുത്തതിന് ശേഷം കളത്തിലേക്ക് ഇറങ്ങുന്നതാണ് നല്ലത്. പറഞ്ഞെന്നേ ഉള്ളു. തോക്കുമ്പോ ഇത്തിരി അന്തസ്സായിട്ട് തോക്കാലോ. ഈ വക തമാശ പറയാതെ തമാശ അല്ലടാ, ചങ്കിൽ തെറ്റേ ഞാൻ പറഞ്ഞത്. ഈ ഭരണത്തിന് ഒരു കുഴപ്പവുമില്ല. ജനങ്ങൾ ഇപ്പോഴും നമ്മളെ ജീവന തുല്യം സ്നേഹിക്കുന്നു. എല്ലാവരും പറയുന്നു പിണറായി വീണ്ടും വരണമെന്ന്. അതും വിശ്വസിച്ച് നടക്കുകയാണ് ഈ പാർട്ടിയും ഗോവിന്ദനും.